ഫിസിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6ാമത്തെ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വിരളാണ്, അങ്ങനെ നമുക്ക് കാണാനേ കഴിയില്ല, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടുന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ട്രാൻസ്ഫോമർ എന്നാണ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, മ്യൂച്വൽ ഇൻഡക്ഷന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. പിന്നെ ഇതിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ വ്യത്യാസപ്പെടുത്താതെ നഷ്ടമില്ലാതെ വോൾട്ടേജ് കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ, ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ആണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ട്രാൻസ്ഫോമർ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ വോൾട്ടേജ് കൂട്ടുക അല്ലെങ്കിൽ വോൾട്ടേജ് കുറയ്ക്കുക, അഥവാ നമുക്ക് ലോസ് ഇല്ലാതിരിക്കാൻ, അതെ, പവർ ലോസ് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട്. പവർ നഷ്ടം വരാനും പാടില്ല, പവറിൽ വ്യത്യാസം വരരുത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമർ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതവിടെ നിങ്ങൾ കാണാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ. അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് വോൾട്ടേജ് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് അർത്ഥം. ഇത് ഡൗൺ ചെയ്യുക, കുറയ്ക്കുക, വോൾട്ടേജ് കുറയ്ക്കുക അല്ലെ. ഇനി ഈ ഏത് ട്രാൻസ്ഫോമർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറഞ്ഞ പോയിന്റുകൾ. എല്ലാ ട്രാൻസ്ഫോമർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സെക്കൻഡറിക്ക് നോക്കുക. സെക്കൻഡറിയിൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലാണ്. എന്തൊക്കെയാ കൂടുതൽ ഉണ്ടാകുക? ഈ ഫസ്റ്റ് എഴുതിയ രണ്ടെണ്ണം വോൾട്ടേജ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുടെ എണ്ണവും വോൾട്ടേജും കൂടുതലാണെങ്കിൽ അത് സെക്കൻഡറി ആയിരിക്കും. സെക്കൻഡറി അല്ല, സെക്കൻഡറിയിൽ ഇത് രണ്ടും കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി ഇത് രണ്ടും കൂടുതലുള്ള ഭാഗത്ത് കറന്റ് കുറവേക്കാരം. ഇത്ര മാത്രം നമ്മൾ ട്രാൻസ്ഫോമറിന് പഠിച്ചാൽ മതി. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. സെക്കൻഡറിക്ക് നോക്കുക, വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും, കറന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് കാണാറുള്ള കുറച്ച് ലെറ്റേഴ്സ് ആണ് വി പി, എൻ പി, എൻ എസ്, വി എസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിയിലെ വോൾട്ടേജ് ആണെങ്കിൽ വി പി, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ എൻ പി, പ്രൈമറിയിലെ കറന്റ് ആണെങ്കിൽ അതേപോലെ സെക്കൻഡറി ആണെങ്കിൽ വി എസ്, ഐ എസ് എന്ന് വരും. ഇനി ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ ഒരു ക്വസ്റ്റ്യന്. ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എത്രയും മാത്രം നിന്നുകൊണ്ട് ഇത് ഏത് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടാന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും ഈ തുറന്നു നിൽക്കുന്ന ഭാഗം വലുത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ വി എസ് ആണ് വലുത്. വോൾട്ടേജ് സെക്കൻഡറിയിൽ കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡറിക്കാണ് എല്ലാ ട്രാൻസ്ഫോമറും നോക്കേണ്ടത്. അതിന്റെ സെക്കൻഡറിയിൽ വോൾട്ടേജ് ചുറ്റുകൾ കൂടുതലുണ്ടെങ്കിൽ സ്റ്റെപ്പ് അപ്പ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഇത് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ആണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ട്രാൻസ്ഫോമറിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചിത്രത്തിൽ, എവിടെയാണോ ചുറ്റുകൾ കുറവുള്ളത്, നമ്പർ ഓഫ് ടേൺസ് കുറവുള്ളത്, അവിടുത്തെ കോയിലിന് കുറച്ച് കനം കൂട്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. തിക്നെസ് കൂടുതലായിരിക്കും. അതിന്റെ റീസണ് കാരണം ഇവിടെ നിങ്ങൾ നോക്കി നോക്കി എവിടെയാണ് കറന്റ് കൂടുതലുള്ളത് അല്ലേ സാറേ? പ്രൈമറിയിൽ കൂടുതലാണ്. നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, H = I²RT, ജൂൾസ് ലോ അല്ലെ. ഈ ജൂൾസ് ലോ നമ്മൾ ഇനി ഇത് നോക്കി, നിങ്ങൾ ഐ കൂടി കഴിഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യും? കൂടും. ഹീറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോയില് ഉരുകി പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കൂടുതൽ വരുന്ന കറന്റിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ കൂട്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ട്രാൻസ്ഫോമറിന് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് ചോദിക്കും ഇവിടുത്തെ പവർ തന്നുകാണ്ട് ഇവിടുത്തെ പവർ എത്രയും ചോദിക്കും. അല്ലെങ്കിൽ പ്രൈമറിത്തെ പവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് വോൾട്ടേജും കറന്റും നമുക്ക് തരും. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറന്റ്. അങ്ങനെ നമുക്ക് പവർ കണ്ടെത്താം. പക്ഷെ കണ്ടെത്തിയിട്ട് നമ്മളോട് ചോദിക്കും സി ക്വസ്റ്റിനോ അല്ലെങ്കിൽ ബി ക്വസ്റ്റിനൊക്കെ ആയിട്ട് സെക്കൻഡറിത്തെ പവർ എത്രയെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തിയ പവർ എത്രയാണോ അതന്നെ ആയിരിക്കും സെക്കൻഡറി. പവർ നഷ്ടം ഉണ്ടാവുന്നില്ല, വോൾട്ടേജ് അല്ല ചേഞ്ച് ചെയ്യുന്നുള്ളൂ, വോൾട്ടേജും കറണ്ടും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ പവർ സെയിം ആയിരിക്കും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. പിന്നെ ട്രാൻസ്ഫോമർ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. എക്സാമ്പിൾ VS/VP = NS/NP = IP/IS. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ VS/VP NS/VP ആണ് അല്ലെ. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് കറന്റ് വരുന്ന സമയത്ത് മാത്രം IP/IS ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ബാക്കി ഏത് പ്രോബ്ലം വന്നാലും ചെയ്യേണ്ട ഇക്വേഷൻസ് കണ്ടെത്തുന്നത്. പലരും ഇങ്ങനെ കുറെ ഇക്വേഷൻസ് പഠിക്കുന്നത് കാണാം, ഓരോന്ന് VS VP ഒക്കെ സെപ്പറേറ്റ് പഠിക്കുന്നത് കാണാം. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ ബാക്കി എല്ലാതും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും തരുന്നില്ല. ഇപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ NS ഉണ്ട്, NP ഉണ്ട്, VP ഉണ്ട്. ഇനി നമ്മളോട് VS കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു. VS ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് ആയിട്ട് നമുക്ക് തന്ന ആ ഒരു ബന്ധമുള്ള 4 നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് VS × NP എന്ന് എഴുതാം, ഈക്വൽ ടു
ഇനി ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗുണിക്കുന്ന സമയത്ത് NS ഇൻറ്റു NS ഇൻറ്റു VP അല്ലെങ്കിൽ ഇനി നേരെ തിരിച്ച് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല, VP ഇൻറ്റു NS എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് VS അല്ലേ. അപ്പൊ കണ്ടെത്തേണ്ടത് ആരാണോ അത് നമ്മൾ ആദ്യം എഴുതിങ്ങാണ്ട് സമം ഇടുക, VS സമം. ഇനി ആ VSന്റെ കൂടെയുള്ള NP ഇൻറ്റു NP എന്നല്ലേ, ആ ഇൻറ്റു NP നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും, ആയി മാറും, ഡിവിഷനായി മാറും, ഹരണായി മാറും. ബാക്കി നിൽക്കുന്ന ഈ ഒരു ടേം അല്ലെ, ഇത് നമ്മൾ നേരെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ VP ഇൻറ്റു NS എന്ന് വരും. ഇക്വേഷൻ പറഞ്ഞാൽ VS ഈസ് ഈക്വൽ ടു VP ഇൻറ്റു NS ബൈ NP ആണ്. ഇനി നമ്മൾ VP എന്താ NS എന്താ NP എന്താന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതുണ്ടായി. അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഏതും കണ്ടെത്താം. ഇനി നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകൾ തന്നിട്ടുണ്ട്, പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകൾ തന്നിട്ടുണ്ട്. ഇനി പ്രൈമറിത്തെ കറന്റ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലെ കറന്റ് നമ്മളോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോഴും നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ഈ രൂപത്തിൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IS ഇൻറ്റു NS ഈസ് ഈക്വൽ ടു IP ഇൻറ്റു NP എന്ന് വരും. അതിൽ ISനെ അവിടെ നിർത്തുക, പിന്നെ IP ഇൻറ്റു NP ബൈ NS എന്ന് വരും അല്ലെ. ഇത്രേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ട്രാൻസ്ഫോമർ എന്ന് ചോദിക്കുന്നത് പവറുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കണം. നേരത്തെ പറഞ്ഞു പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറന്റ് എന്നാണ്. അതെ, P ഈക്വൽ ടു V ഇൻറ്റു I എന്ന് വരും. അപ്പോൾ ഈ വോൾട്ടേജ് നമുക്ക് പ്രൈമറിത്തെ തരാം, അതേപോലെ തന്നെ കറന്റ് നമുക്ക് പ്രൈമറിത്തെ തരാം. എന്നിട്ട് പ്രൈമറിത്തെ പവർ എത്രയെന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ട്രാൻസ്ഫോമർ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.